ഇന്ന് നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയുടെ ഏറ്റവും മുകളിലൊക്കെ കാണത്തില്ലേ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, അതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കാനായിട്ടാണ്. ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞ സാധനമാണ് എടുക്കേണ്ടത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആക്കിയാണ് വെച്ചേക്കുന്നത്. കണ്ടോ, ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ പടം പോലെയാണ്. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് പോവുക. ഈ സംഭവം ഇത് ശരിക്കും നല്ലൊരു ഐറ്റമാണ്. നമുക്ക് ഇത് സ്മൂത്തനിങ്ങും സൈസൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളതുകൊണ്ട് ശരിക്കും എനിക്ക് ഈ ഇൻഫിനിറ്റ് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ആദ്യം കയറുക, ബ്ലാങ്ക് ക്യാൻവാസ് എടുക്കുക, ക്രിയേറ്റ് എന്ന് ഞെക്കുക. കണ്ടോ, ഏറ്റവും താഴെ കണ്ടോ ഒരു 6 എണ്ണം എങ്ങാണ്ടും ഉണ്ട്. അതിനകത്ത് ആ പെൻസിൽ പോലത്തെ പടത്തിൽ ഞെക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടം കാലിഗ്രഫിയുടെ സോഫ്റ്റ് ടേപ്പ് എന്ന് പറഞ്ഞ സംഭവമാണ്. പൊള്ളി ഐറ്റമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വെച്ച് ഞാൻ പെണ്ണ് എഴുതാൻ ആലോചിച്ചു, അവസാനം കിട്ടി മഴയെന്ന് എഴുതാന്ന്. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിനൊക്കെ യൂസ് ആവും, അതിങ്ങനെ ബ്ലെൻഡ് ചെയ്യാനുള്ളതാണ്. മൂന്നാമത്തേത് ഇറേസറാണ്. നാലാമത്തേത് ബ്ലെൻഡിങ്ങിൻ്റെ സൈസും ആംഗിളൊക്കെ മാറ്റാനുള്ളതാണ്. പിന്നെ അഞ്ചാമത്തേത് എത്ര കുത്തിയിട്ടും വരുന്നില്ല എന്ന്, പിന്നെ ഒരൊറ്റ ഞെക്ക് അപ്പോൾ വന്ന്, അത് നമ്മൾ പേനയുടെ കളറ് മാറ്റാനായിട്ടാണ്. പിന്നെ അവസാനം ആറാമത്തേത് ഇതിൻ്റെ സ്മൂത്ത്നെസ് ഫ്ലോ ഒക്കെ നോക്കാനാണ്. സ്മൂത്ത്നെസ് കൂടുതൽ കൂട്ടിയിടുന്ന കൊള്ളത്തില്ല, അതാണ് ഞാൻ ഇതിനകത്ത് നോക്കുന്നത്. ഞാൻ ഒത്തിരി നോക്കിയായിരുന്നു, പക്ഷേ ഒന്നും സുഖമായില്ല. ഫസ്റ്റ് കിടക്കുന്ന സംഭവം ഫ്ലോയും 100ൽ ഇട്ടോണം. ഫ്ലോ കുറച്ച് കൂട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കണ്ടോ, എഴുതുമ്പം കണ്ടോ ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത രീതിയിലാണ്. പക്ഷെ അതൊരു കാണാനൊരു പ്രത്യേക സ്റ്റൈലല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഫ്ലോയിൽ കുറയ്ക്കാഞ്ഞത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്മൂത്ത്നെസ് ഒത്തിരി കൂട്ടിയാൽ ഭയങ്കര എന്തോ പോലെയായി, ഇപ്പം ഒട്ടും കൈ നമ്മുടെ നിൽക്കത്തില്ല. ഞാൻ സ്മൂത്ത്നെസ് ഒരു 20ൽ ഇടുന്നത്, ബാക്കിയെല്ലാം ഫുൾ 20ലാണ് ഇട്ടേക്കുന്നത്. ഈ സംഭവം നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റിയാൽ മതി. ആ സംഭവം കയറ്റുന്ന എങ്ങനെയാണെന്ന് മാത്രം ചോദിക്കരുത്. അത് ഞാൻ പറ്റുമെങ്കിൽ നമുക്ക് അടുത്ത വല്ലതും വീഡിയോയിൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഒത്തിരി ലോങ് ആക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കിടക്കുന്ന 3 കുത്തം ഞെക്കുക. ഇത് ഫോർമാറ്റ് എപ്പോഴും PNG അതേ ഞെക്കാവുള്ളൂ. എന്നിട്ട് എക്സ്പോർട്ട് അടിക്കുക. ഇത് നമുക്ക് കിട്ടുന്നത് ഗാലറിയിലാണ്. ഞങ്ങൾക്കിവിടെ ആൽബം എന്നാണ് കിടക്കുന്നത്. അത് ഗാലറി പോവുക, ഓൾ ഫോട്ടോസ് ഞെക്കുക. അവിടെ കണ്ടോ സംഭവം ആണിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്യുമ്പം ഇടയ്ക്ക് കയറ്റിയാൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.